ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഏകാദശി ദിവസം ഗുരുവായൂർ മണ്ണിൽ കാല് കുത്താൻ പറ്റുക എന്നത് മഹാഭാഗ്യാണ് കേട്ടോ. എത്ര ആയിരം ജനങ്ങളാണ് ഈ ദിവസം ഭഗവാനെ കാണാൻ എത്തിയത് എന്ന് കണ്ടില്ലേ. ഈ പ്രാവശ്യം ഒരുപാട് കൂടുതൽ ഭക്തർ ഉണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ഒരിക്കലും തിരക്കുള്ള ദിവസം, അതായത് ഏകാദശി, ഉദയാസ്തമന പൂജ, ശ്രീകൃഷ്ണ ജയന്തി എന്നീ വിശേഷ ദിവസങ്ങളിൽ ഗുരുവായൂർ വരാറില്ല കേട്ടോ. സത്യത്തിൽ ഭഗവാനെ കാണാൻ പറ്റില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഉദയാസ്തമന പൂജ ദിവസം പോയേണ്ടതായിട്ട് വന്നു. അന്നും ഇതുപോലെ നല്ല തിരക്കായിരുന്നു. ഭഗവാന്റെ കാരണത്താൽ 3 മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടി വന്നു. മനസ്സ് നിറയെ കണ്ണനെ കാണാൻ കഴിഞ്ഞു. അന്ന് 10 മണിക്കൂറൊക്കെ ക്യൂവിൽ നിന്നാണ് ഭക്തർ ശ്രീകോവിലിൽ കയറിയത് എന്ന് പറയുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ കൃഷ്ണനുമായി നല്ല സൗഹൃദത്തിലായിരുന്നു. ചെറുപ്പത്തിൽ അച്ഛന്റെ ശകാരം കാരണം മാത്രം പരിഭവം പറഞ്ഞു തുടങ്ങിയതാ. എങ്ങനെയോ ആൾ എന്റെ കൂട്ടുകാരനായി മാറി. ഇന്ന് കണ്ണൻ എന്നെ നന്നായി ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എത്ര തിരക്കുള്ള ദിവസങ്ങളിൽ വന്നാലും ആരുടെയൊക്കെയോ സഹായത്താൽ ഭഗവാനെ കണ്ണിറയെ കണ്ടുപോകാൻ സാധിക്കുന്നത്. ഏകാദശിയെ കുറിച്ചുള്ള കഴിഞ്ഞ വീഡിയോ പഠിക്കുമ്പോൾ തോന്നിയതാണ് ഏകാദശി ദിവസം ആ മണ്ണിലൊന്ന് ചവിട്ടാൻ ശ്രമിച്ചാലോ എന്ന്. ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ പുള്ളിയോ യേസ് പറഞ്ഞു. പിന്നെ ആൻറ്റിയോടും അങ്കിളിനെയും കൂട്ടി ഏകാദശി നോറ്റ് രാവിലെ ഇറങ്ങി. നെല്ലുവായി ധന്വന്തരി ക്ഷേത്രത്തിൽ കയറി. ആ ക്ഷേത്രത്തിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇടാട്ടോ. വൈകുണ്ഠ ഏകാദശി ജനുവരിയിലാണല്ലോ, അപ്പം അതിനു മുന്നേ ആയിട്ട് ഞാൻ ആ വീഡിയോ ഇടുന്നുണ്ട്. ഗുരുവായൂരിൽ കാർ പാർക്കിംഗ് ഒന്നും ഇല്ലാന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്കിളിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കാർ പാർക്ക് ചെയ്യാം എന്നൊക്കെ തീരുമാനിച്ചാണ് ഞങ്ങള് മമ്മിയൂരെത്തി. അവിടെ പുറത്തുനിന്നും തൊഴാനേ കഴിഞ്ഞുള്ളൂ, ഉള്ളിൽ കയറാനൊന്നും പറ്റിയില്ല. മമ്മിയൂരാണ് ഫ്രണ്ടിന്റെ വീടേ. എന്തായാലും അമ്പലത്തിനടുത്ത് ഞങ്ങളെ ഇറക്കിയിട്ട് കാർ തിരികെയിടാ എന്ന് കരുതി അമ്പലത്തിന്റെ അടുത്തേക്ക് ഞങ്ങൾ വണ്ടി വിട്ടു. ഞങ്ങൾ അമ്പലത്തിന്റെ അടുത്ത പാർക്കിങ്ങിൽ എത്തിയപ്പോൾ അവിടെ നിന്നൊരു വണ്ടി പോകാൻ ഇറങ്ങുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ കയറ്റി. വലിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ അത്. അമ്പലത്തിലെത്തിയപ്പോൾ ജനം ഒഴുകുകയാണെന്ന് തോന്നി. എത്ര ഭക്തരാണ് ഭഗവാനെ ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എത്താൻ കഴിഞ്ഞല്ലോ എന്ന് മാത്രമല്ല, അതിന് തോന്നിയല്ലോ എന്ന്. ഭഗവാൻ ലക്ഷ്മി സമേതനായിട്ട് എല്ലാവരെയും കാണാൻ വരുന്ന ദിവസമല്ലേ. ആ മണ്ണിൽ ചവിട്ടിയപ്പോൾ ഉള്ളിൽ കയറാൻ മോഹം തോന്നി. മനുഷ്യരല്ലേ നമ്മൾ, ആഗ്രഹം, അത്യാഗ്രഹം ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. പുറത്തുനിന്ന് കാണാനുള്ള വരി തന്നെ ഒരുപാട് അകലെ, ഒരുപാട് ദൂരെയായിരുന്നു. ഞാൻ ഏകാദശി നോറ്റിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് നോറ്റത് വെള്ളം മാത്രം കുടിച്ചാണ്. അത്രയ്ക്കൊന്നും എനിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഇന്ന് അഹസ് വഴിപാട് ഞാൻ ചീട്ടാക്കിയിട്ടുണ്ടായിരുന്നു. 3 നേരവും ഭഗവാന് നിവേദ്യം കൊടുക്കാൻ എനിക്ക് സാധിച്ചതുള്ള സന്തോഷം പറയാതെ വയ്യാട്ടോ. അഹസ് വഴിപാടിനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏകാദശി ദിവസം ഈ വഴിപാട് ചെയ്യാൻ സാധിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഭഗവാനോടും അതിനെ സഹകരിച്ച് ചീട്ടാക്കി തന്ന അവരോടും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അങ്കിളും ആന്റിയും ഇത്ര തിരക്കിൽ വന്നിട്ടില്ല. അവര് സ്മാർട്ടായി നടക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു സമാധാനമായി. അത്രയ്ക്കും തിരക്കാണേ. പുറത്തുനിന്ന് തൊഴാനുള്ള വരി പെട്ടെന്ന് നീങ്ങി. അതിനാൽ ഞങ്ങൾ ഭഗവാനെ നല്ലവണ്ണം കണ്ടു, നന്നായി പ്രാർത്ഥിച്ചു എല്ലാവർക്കും വേണ്ടിയിട്ട്. അഹസിന്റെ വഴിപാട് പ്രസാദം വൈകിട്ട് 8:30 ശേഷമാണ് കിട്ടുക. അതുകൊണ്ട് രാത്രി വരെ ഞങ്ങൾ ഭഗവാന്റെ അടുത്തുണ്ട്. വായിക്കാൻ നാരായണ കവചം, വിഷ്ണു സഹസ്രനാമം എല്ലാ ബുക്കും കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും സാധിച്ചില്ല കേട്ടോ. ആന്റിക്ക് പ്രസാദോട്ട് വേണമെന്നുണ്ടായിരുന്നു. 40,000 പേർ പ്രസാദോട്ടിന് ക്യൂ നിൽക്കുമ്പോൾ എങ്ങനെ സാധിക്കും? ഒരുപാട് പേർ പരിചയക്കാരുണ്ട്. ഈ തിരക്കുള്ള ടൈമിൽ അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ ആഗ്രഹം അങ്ങോട്ട് വിട്ടു. ഉള്ളിൽ തൊഴാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അങ്കിൾ വിളിച്ചു പറഞ്ഞു, പടിഞ്ഞാറേ നട ഫ്രീ ആയിരിക്കുന്നു, വേഗം വരാൻ പറഞ്ഞു. അത്ഭുതം തോന്നി. ഞാനും ആന്റിയും വേഗം കയറി തൊഴുതിറങ്ങിയ ഞങ്ങൾ ഞെട്ടിയിട്ടോ. ആ ക്യൂ എവിടെയോ ഉണ്ട്. ഇത്രയും തിരക്കായിട്ട് ആ ക്യൂവിൽ ആൾക്കാർ നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ കണ്ണൊന്നും നിറഞ്ഞു. യാദൃശികമായി ഹസ്ബൻഡിന്റെ പുള്ളിയുടെ ഫ്രണ്ടിനെ കാണാനിടയായി. ഉണ്ണി പ്രസാദ കൂട്ടിന് ടോക്കൺ വേണമെന്ന് ചോദിച്ചു. ഉണ്ണിയേട്ടൻ ഓടി വന്ന് ഞങ്ങളെ വിളിച്ചു. അങ്കിളിനെയും ആന്റിയെയും കയറ്റി വിടാന്ന് കരുതി. ഞാൻ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു. കുറച്ചു മെഡിസിനൊക്കെ എടുക്കുന്നുണ്ടേ. ഫുഡ് ഫുൾ കട്ട് ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. ഇയർ ബാലൻസിന്റെ പ്രോബ്ലം, ഇപ്പോൾ കുറച്ചായിട്ട് BP ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ 9 മണി മുതൽ ഓഡിറ്റോറിയത്തിന്റെ അടുത്തും സാധാരണ കൊടുക്കുന്ന സ്ഥലത്തൊക്കെ പ്രസാദം ഇട്ട് തുടങ്ങിയിരിക്കുകയാണ്.
ഞങ്ങളെ കൂടെ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തുള്ള ഊട്ടുപുരയിൽ ഉണ്ണിയേട്ടൻ വേഗം കയറ്റി വിട്ടു. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചുപോയി. ഭഗവാനായിട്ട് ഇതിലെത്തിച്ചതാണ്. ആൻറ്റിയും അങ്കിളും പറഞ്ഞു, മോള് കഴിക്ക്, ഇന്ന് ഭഗവാനെ 3 നേരം ഊട്ടിയതല്ലേ, ഇത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തരുന്ന പ്രസാദാണെന്ന് പറഞ്ഞു. പാളപാത്രത്തിൽ ഗോതമ്പ് ചോറ്, അച്ചാറ്, രസകാളൻ വിളമ്പി തുടങ്ങി. എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ ഗോതമ്പ് പായസവും. 20 വയസ്സുള്ള ഒരു പയ്യനായിരുന്നു വിളമ്പിയത്. 20 വയസ്സെന്ന് ഞാൻ പറഞ്ഞത് ആ ഒരു ഏകദേശം 20 വയസ്സുള്ളത് എന്നാണ് കേട്ടോ. 3 വട്ടം പായസവുമായി ആ കുട്ടി ഞങ്ങളെ സമീപിച്ചു. 2 വട്ടം ഞങ്ങൾ വാങ്ങിച്ചു. എൻ്റെ ഗുരുവായൂരപ്പ, നീ എന്തെല്ലാം മായയാണ് കാണിക്കുന്നതെന്ന് ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിച്ചു, പ്രാർത്ഥിച്ചു. നന്ദിയും പറഞ്ഞു. ഞങ്ങളെ തള്ളിവിട്ട ഉണ്ണിയേട്ടനും പുള്ളിയുടെ ഫ്രണ്ടിനും നന്ദി പറഞ്ഞു. പിന്നെ ഞങ്ങൾ അങ്കിളിൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ പോയി. അവിടുന്ന് മറ്റൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. 6 മണിയോടെ വീണ്ടും അമ്പലത്തിലെത്തി. സന്ധ്യ കഴിഞ്ഞപ്പോൾ ഒരുപാട് ദീപങ്ങൾ തെളിയിക്കുന്നുണ്ടായിരുന്നു അവിടെ. ഞാനും ആൻറ്റിയും കുറച്ച് ദീപങ്ങൾ തെളിയിക്കാൻ അവരുടെ കൂടെ കൂടി. അതും ഒരു സന്തോഷമായിട്ടോ. പുറത്തുള്ള നടയിൽ വീണ്ടും തൊഴുതു. അപ്പോൾ ഒരു പോലീസുകാരൻ ആൻറ്റിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, മുന്നിൽ കൂടെ വന്ന് തൊഴുതോളം പറഞ്ഞു. അപ്പം ഞങ്ങൾ വീണ്ടും ഒന്നും കൂടെ ഭഗവാനെ കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടി. എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞവർക്കും വഴിപാടിന് ക്യാഷ് അയച്ചു തന്നവർക്കൊക്കെ അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ടൈം എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാമെന്ന് കരുതി. നിലത്തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു, നിറയെ ആളുകളല്ലേ. അപ്പം ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാനായിട്ട് തെക്കേ നടയിൽ പോയി. ഞാനൊരു കാപ്പിയൊക്കെ കുടിച്ചു. നല്ല തലവേദന ഉണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ ഒരു ബെഞ്ച് കാലിയായിരിക്കുന്നു എന്ന് അങ്കിള് വിളിച്ചു പറഞ്ഞു. വേഗം വാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു. അങ്കിള് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു ഈ ബെഞ്ച് കാലിയായിരിക്കണേന്ന്. പിന്നെ 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ കൗണ്ടറിൽ പോയി. അഹസ് വഴിപാടിന്റെ പ്രസാദം കൊടുക്കാൻ തുടങ്ങുന്നത് തന്നെ അതിന് 8 മണിക്ക് ശേഷമാണ്. അപ്പം ഞങ്ങൾക്കുള്ള പ്രസാദം ഒരു കവറിൽ അവിടെയുള്ള ഒരാൾ എടുത്തു വെച്ചിരുന്നു. അത് വേറെ കൗണ്ടറിലൂടെ വേഗം കിട്ടി. അത് വലിയൊരു സമാധാനമായി. ഞങ്ങൾ പ്രസാദവുമായി 9 മണിക്ക് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. പ്രസാദം എല്ലാം അരി ആയതിനാൽ അങ്കിളും ആൻറ്റിയും കുറച്ച് കഴിച്ചു. ഞാൻ വീട്ടിൽ വന്ന് എല്ലാം ഫ്രിഡ്ജിലേക്ക് വെച്ചു. രാവിലെ അടുത്ത ഫ്ലാറ്റിലെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു. തിരുമുടിമാല എൻ്റെ പൂജാമുറിയിലെ കൃഷ്ണനെ അണിയിച്ചു. 1000 നന്ദി പറഞ്ഞു. ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഏകാദശി ദിവസം എനിക്കുണ്ടായ അനുഭവങ്ങളാണ് കേട്ടോ. അപ്പം അത് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് ഭക്തർക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പം ഞാൻ അടുത്ത വീഡിയോ വൈകുണ്ഠ ഏകാദശീൻ്റെ ദിവസത്തായിരിക്കും ഇടുന്നുണ്ടാവുക. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം കാണാം. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.